ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ 14 ജില്ലകളിലും 14 ബ്രാഞ്ചുകളും സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്ന ഒരേ ഒരു സോളാർ കമ്പനി മോസ്റ്റ് വിഷൻ ടാഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. പുണ്യപുരാതനമായ അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി വാങ്ങുന്നതിനായി ഭഗവാൻ ഒരു പിടി മണ്ണ് എന്ന നാമധേയത്തിലുള്ള പ്രവർത്തനങ്ങളുടെ നോട്ടീസ് പ്രകാശനം നടന്നു. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം രക്ഷാധികാരി കൂടിയായ ഡോക്ടർ VK ജയകുമാറാണ് നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ക്ഷേത്രം പ്രതിസ്ഥാപിതമായിട്ട് ദീർഘകാലമായി ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ പറഞ്ഞതുപോലെ വികസനം ആവശ്യമായിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു മതിൽ കാണുന്നത് തീർച്ചയായിട്ടും ഒരു ശരിയായ സംഗതിയല്ല. ഇപ്പോഴത്തെ ഒരു വിശാലമായ ഒരു സൗകര്യം ഉണ്ടാകുന്ന രീതിക്ക് ആ ഒരു ഉദ്യമം വളരെ നല്ലതാണ്. കാരണം ഗുരുവായൂരപ്പൻ നമുക്കെല്ലാം അറിയാം, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ കാണിക്കല്ല. നിശ്ചയമായിട്ടും നമുക്ക് ഗുരുവായൂരപ്പൻ വിഷ്ണു ഭഗവാനോടുള്ള ഭക്തി. നമ്മളിപ്പോൾ ഓരോ മിനിറ്റിലും 18 പ്രാവശ്യം ശ്വാസം വിടും. ഈ ശ്വാസം തരുന്നതാരാണ്? ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം, അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും വേണം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് നമുക്ക് എല്ലാവർക്കും പറ്റിയതെന്ന് ഈ പറഞ്ഞ പോലെ ഇക്കാര്യം ഭംഗിയായിട്ട് സാധിച്ചെടുക്കാൻ കഴിയണം. തന്നെ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ ഉദ്യമം വിജയകരമാക്കാം. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ട്രസ്റ്റ് സെക്രട്ടറി ലളിതമ്മ, ഖജാൻജി മോഹനൻ പിള്ള, വൈസ് ചെയർമാൻ ശ്രീരംഗം ശ്രീധരൻ പിള്ള, ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ പിള്ള, ക്ഷേത്രസമിതി പ്രസിഡന്റ് നന്ദകുമാർ, സെക്രട്ടറി രാമചന്ദ്രൻ ചൈതന്യ, രാമചന്ദ്രൻ, R ഗോപിനാഥൻ പിള്ള, മേൽശാന്തി ഹർഷ ശർമ്മ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും സന്നിഹിതരായിരുന്നു. ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ ഭഗവാന് ദർശനഭംഗം ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പരിഹാരമെന്നോണമാണ് ക്ഷേത്രത്തിന് മുന്നിലെ വലിയ മതിൽ പൊടിച്ചു നീക്കി സൗകര്യമൊരുക്കുന്നത്. ഭൂമി വാങ്ങുന്നതിനായി 1.25 കോടി രൂപയാണ് കണ്ടെത്തേണ്ടത്. നാട്ടുകാരും വിശ്വാസികളും സഹകരിക്കുമെന്ന പ്രതീക്ഷയാണ് ക്ഷേത്രം ഭാരവാഹികൾക്കുള്ളത്. നാട്ടുവാർത്ത, ഏരൂർ.